നമുക്കറിയാം, കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച രീതിയിൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സർ. ഇപ്പൊ തന്നെ കിച്ചൺ ഹെറിറ്റേജ് മന്ത്രാലയത്തിന്റെ ചുമതല അദ്ദേഹം സ്ത്രീകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി എല്ലാം നിലനിർത്തേണ്ടതാണ്. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. 2026 സ്ത്രീകൾക്ക് മാത്രം അടുക്കളയുടെ പൈതൃകം പകർന്നു നൽകണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. പലരും ഈ പ്രസ്താവനയെ വിമർശിക്കുന്നത് കണ്ടു. പക്ഷെ വിമർശിക്കുന്നവരോട് കോൺഗ്രസുകാർക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗവും കാണാതെ പ്രതികരിക്കരുത് എന്നാണ്. എന്നാൽ പ്രസംഗം മുഴുവൻ കേട്ടിട്ടും കോണ്ടെക്സ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. അമ്മമാർ അവരുടെ സ്പെഷ്യൽ റെസിപ്പീസ് അവരുടെ മക്കൾക്ക് അറ്റ്ലീസ്റ്റ് മകന്റെ ഭാര്യയ്ക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നാണ് സതീശൻ സാർ പ്രസ്താവിച്ചിരിക്കുന്നത്. മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ അദ്ദേഹം മാറ്റി പറയുമോ എന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം പൊതുവെ അല്പം മറവിയുള്ള മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. കൊല്ലത്തിൽ 60 പുസ്തകങ്ങളോളം വായിക്കുന്ന സതീശൻ സർ ഈയിടെയായി അവസാനം കറങ്ങിത്തിരിഞ്ഞ് സനാതന ധർമ്മത്തിലാണ് വന്ന് നിൽക്കാറ്. സത്യപ്രതിജ്ഞയുടെ അന്ന് പെട്ടെന്ന് പേരിന്റെ അവസാനം ജാതിവാൽ കയറിയത് പോലെയുള്ള പലതരം ഞെട്ടിപ്പിക്കുന്ന നീക്കങ്ങളും ഇനി 5 കൊല്ലം കാണാനുണ്ട്. വടശ്ശേരി ദാമോദര മേനോൻ വളരെ ക്യൂട്ടായി പൂക്കി എക്സ്പ്രഷൻ ഇടുന്ന അദ്ദേഹം മരുമക്കൾക്ക് കുടുംബത്തിന്റെ പരമ്പരാഗത രുചിക്കൂട്ടും അടുക്കളയും കൈമാറി പാരമ്പര്യം നിലനിർത്തണമെന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ജെൻസിക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്കും എന്തും ചെയ്യാനുള്ള കഴിവുകളുണ്ട് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു. സ്ത്രീകൾ പഠിക്കണം, ജോലി ചെയ്യണം, യാത്ര ചെയ്യണം, നേതാക്കളാകണം, ബഹിരാകാശത്ത് പോകണം. പക്ഷെ വീട്ടിലെ പൈതൃകം സംരക്ഷിക്കാനുള്ള ഫുൾ ടൈം ചുമതലയും നമുക്ക് തന്നെ തരണമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഒരു പിന്തിരിപ്പൻ ആശയമായി മനസ്സിലാക്കേണ്ട കാര്യമില്ല. പകരം സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് അത്രയും എളുപ്പമാണ് എന്നൊരു സന്ദേശം നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാം. കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയത് തന്നെ സതീശൻ സാറിനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കും സ്ത്രീകളുടെ കാര്യത്തിലുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. ആ നീക്കത്തെ വെറും പിങ്ക് വാഷിംഗ് ആയി വ്യാഖ്യാനിക്കുന്നവർക്ക് അറിയുമോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ 20 പേഴ്സണൽ സ്റ്റാഫുകളിൽ ഒരു സ്ത്രീ പോലും ഇല്ല. ഇത് തീർച്ചയായും നേരത്തെ പറഞ്ഞ പൈതൃക സംരക്ഷണത്തിന് സ്ത്രീകളെ സജ്ജരാക്കാനും അവർക്ക് സമയം കൊടുക്കാനും വേണ്ടി തന്നെയാണ്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. സ്ത്രീകൾ മാത്രമല്ല, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ ആളുകളും ആ 20 പേഴ്സണൽ സ്റ്റാഫിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. എല്ലാവരും അവരുടെ പൈതൃകം സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടിരുന്നവർ കരുതിയത് ചരിത്രം, ഭാഷ, കല, സാഹിത്യം, നാട്ടറിവ്, സംഗീതം ഇത്തരം പൈതൃകങ്ങളെ പറ്റിയാണ് ആള് സംസാരിക്കുന്നതെന്നാണ്. എന്നാൽ പൈതൃകത്തിന്റെ മുഴുവൻ ചുമതലയും വീണ്ടും അടുക്കളയിലേക്ക് കൊണ്ടുവരും എന്ന് വിചാരിച്ചതേയില്ല. പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വിചിത്രം എന്താണെന്നാൽ മക്കളെ പഠിപ്പിക്കണം എന്നല്ല, മരുമക്കളെ പഠിപ്പിക്കണം എന്നല്ല, മരുമകളെ പഠിപ്പിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആൺമക്കൾ ഭക്ഷണം റെഡിയാകുന്നത് വരെ ഹെറിറ്റേജും നോക്കിയിരിക്കട്ടെ. അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. വിവാഹശേഷം വീട്ടിലെ പാരമ്പര്യവും ഭക്ഷണ രീതികളും ആചാരങ്ങളും സംരക്ഷിക്കേണ്ടത് മരുമകളുടെ ഉത്തരവാദിത്തമാണെന്ന ഒരു ധാരണ ആ പറഞ്ഞതിനില്ലേ എന്നൊരു സംശയം പലർക്കും ഇതിനോടകം വന്നിട്ടുണ്ട്. പാചകം എന്നത് ഒരു ബേസിക് സ്കില്ലാണെന്നും അത് സ്ത്രീകളുടെ മാത്രം ചുമതലയല്ലെന്നും കുടുംബത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാകരുതെന്നും ഇനിയുള്ള 2 ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ആളെ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കില്ല. കാരണം ഇത് വീട്ടിലെ ഒരു അമ്മാവന്റെ ഉപദേശമല്ല, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പൊതുവേദിയിലെ പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് സാധാരണ സംഭാഷണത്തെക്കാൾ വലിയ ഭാരവും സാമൂഹിക സ്വാധീനവും ഉണ്ടാകുമല്ലോ. പിന്നെ ഇത് പിന്തിരിപ്പന്മാരുടെ നീക്കങ്ങളാണെന്നും എക്സ്പ്രഷൻ ക്യൂട്ടാണെങ്കിലും പ്രവൃത്തി അമ്മാവന്മാരുടെ ആണെന്നും വെറുതെ അല്ല സാറ് പേരിനൊപ്പം മേനോൻ ചേർത്തതെന്നും പലരും വിമർശനങ്ങളായി എഴുതി അറിയിക്കുന്നുണ്ട്. ഞാൻ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു, എന്താ കുഴപ്പം? എന്നാൽ തന്റെ വായന കൊണ്ടും മറവി കൊണ്ടും ഈ വിമർശനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി പുതിയ വള്ളി പിടിക്കാൻ അദ്ദേഹം ഒരുങ്ങിയിരിക്കുകയാണെന്ന് ആ ചിരി കണ്ടാൽ അറിയാം.